നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതമായ വാർത്തയിലേക്ക്. തീപിടുത്തമുണ്ടായ കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്നത് ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കും. കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തീപിടുത്തത്തെ തുടർന്ന് പ്ലാന്റിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ മാത്രമേ മാലിന്യ നീക്കം പുനരാരംഭിക്കാനാകൂവെന്ന് കൊച്ചി മേയർ സൗമിനി ജെയിൻ പറഞ്ഞു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനെ തുടർന്ന് നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ച പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ജനപ്രതിനിധികളുടെയും പ്ലാന്റ് അധികൃതരുടെയും യോഗം വിളിച്ചത്. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ചർച്ചയിൽ തീരുമാനമായി. തീപിടുത്തം ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കും. ഇതിനായുള്ള നടപടികൾ പൂർത്തിയാക്കും വരെ നഗരത്തിലെ മാലിന്യ നീക്കം നിർത്തിവെക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോൾ ആ കത്തുപിടിച്ച സാഹചര്യത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് നാട്ടുകാരൊരു തടസ്സമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആളുകളിലേക്ക് അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ സൂക്ഷിച്ചു വെക്കാനാണ്. ഇതൊന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ട് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. മാലിന്യക്കൂനയുടെ ഉയരം കുറയ്ക്കാനും തീപിടുത്തമുണ്ടായാൽ പ്രതിരോധിക്കാൻ ഹൈപ്രഷർ മോട്ടോർ സംവിധാനം ഏർപ്പെടുത്താനും അടക്കമുള്ള 6 നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. ഒരു റിംഗ് റോഡ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ, അതായത് പ്ലാസ്റ്റിക്കിന്റെ ഭാഗത്ത് മാത്രം, പിന്നെ ആ ഒരു റോഡിന്റെ അരികിൽ തന്നെ ഹൈഡ്രൻസ് സ്ഥാപിച്ചുകൊണ്ടും അല്ലെങ്കിൽ നനയ്ക്കാനായിട്ട് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടും, പ്രത്യേകിച്ച് ചുറ്റും പുഴയുള്ളതുകൊണ്ട് ഹൈ പ്രഷർ മോട്ടോർ അല്ലെങ്കിൽ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഈ കൂനകളിലേക്ക് ഒഴിക്കാനുള്ള ഒരു രീതി അവലംബിക്കണം. അതിന് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്നുള്ളത് നിർദ്ദേശിക്കുകയുണ്ടായി. മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം മാലിന്യം തള്ളാൻ ശ്രമിച്ചാൽ തടയുമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. കായംകുളം ദേവികുളങ്ങര പ്രയാർ റോഡിലെ മുട്ടേൽ പാലം പുനർനിർമ്മാണത്തിന് തുടക്കമാകുന്നു. പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു മുട്ടേൽ പാലം പുനർനിർമ്മാണം. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഇടുങ്ങിയ പാലത്തിലൂടെ ബസ്സുകൾ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ ചെലവിട്ടാണ് പാലം പുനർനിർമ്മിക്കുന്നത്. 15 മാസമാണ് നിർമ്മാണ കാലാവധി. പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നതോടെ നാട്ടുകാരും പ്രതീക്ഷയിലാണ്. വളരെ നാളുകളായി നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് മുട്ടേപ്പാലം പൊളിച്ചു പണിയണമെന്നുള്ളത്. 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന തരത്തിൽ ഈ പാലം പണിയാൻ തയ്യാറായതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് ദേവികുളങ്ങര പഞ്ചായത്തുകാർക്ക് മാത്രമല്ല, ക്ലാപ്പന പഞ്ചായത്തുകാർക്കും ആലപ്പാട് പഞ്ചായത്തുകാർക്കും എളുപ്പം കായംകുളത്തേക്ക് വരാനുള്ള എളുപ്പമുള്ള ഒരു പാലമാണ് പണിയാൻ പോകുന്നത്. ബോസ്ട്രിംഗ് ആർച്ച് ബ്രിഡ്ജ് എന്ന നവീന രീതിയിലാണ് നിർമ്മാണം. 32 മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം. ഇരുവശങ്ങളിലും 1.575 മീറ്റർ വീതം വീതിയുള്ള നടപ്പാതകൾ ഉൾപ്പെടെ പാലത്തിന്റെ വീതി 12 മീറ്ററാണ്. രാത്രികാലങ്ങളിൽ ആവശ്യമായ വെളിച്ചം നൽകുന്നതിന് സൗരോർജ്ജ ലൈറ്റുകളും സ്ഥാപിക്കും. ന്യൂസ് 18 കായംകുളം. ഭവന നിർമ്മാണ മേഖലയ്ക്ക് മുൻഗണന നൽകി മലപ്പുറം വളാഞ്ചേരി നഗരസഭ വാർഷിക ബജറ്റ്. ബൈപ്പാസുകളുടെ നിർമ്മാണത്തിന് 1,35 ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. ഉൽപാദന മേഖലയ്ക്ക് 60 ലക്ഷവും സേവന മേഖലയ്ക്ക് 4.25 കോടിയും പശ്ചാത്തല മേഖലയ്ക്ക് 2 കോടിയും പട്ടികജാതി വികസനത്തിന് 1.5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ ഭവനരഹിതർക്കായി തലചായ്ക്കാൻ ഒരു കൂര എന്ന പേരിൽ പദ്ധതി നടപ്പാക്കും. ഈ മുനിസിപ്പാലിറ്റി 5 വർഷത്തെ ഭരണസമിതി അവസാനിക്കുന്ന സമയത്ത് ഒരാളുകളും ഈ മുനിസിപ്പാലിറ്റിയിൽ വീടില്ല എന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോവുകയാണ്. പദ്ധതികൾക്കായി 6 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ബൈപ്പാസ് നിർമ്മാണത്തിന് 1,35 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. നെൽകൃഷി വികസനം, കുടിവെള്ളം, ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പദ്ധതി, വയോജനക്ഷേമം, നഗരസഭാ സ്റ്റേഡിയം നവീകരണം എന്നിവയ്ക്കായും തുക നീക്കിവച്ചിട്ടുണ്ട്. വളാഞ്ചേരി നഗരസഭയിലെ പ്രധാന കവലകളിൽ ബസ് ഷെൽട്ടറുകളും അതിർത്തികളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്വാഗത ബോർഡുകളും സ്ഥാപിക്കും. ന്യൂസ് 18 തിരൂർ. എറണാകുളത്തെ ആദ്യ ഹൈടെക് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററും ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ഫിറ്റ്നസ് സ്റ്റേഷനും മൂവാറ്റുപുഴയിൽ തുറന്നു. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാഹന പരിശോധന കർശനമാക്കിയും നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നടപ്പിലാക്കിയും അപകടങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാ താലൂക്കുകളിലും ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററുകളും ടെസ്റ്റിംഗ് സ്റ്റേഷനുകളും ആരംഭിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. മൂവാറ്റുപുഴയിലെ കേന്ദ്രമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു സേഫ് കേരള പദ്ധതിക്ക് ഇക്കഴിഞ്ഞ 20-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്.
3 കോടി രൂപ മുതൽ മുടക്കിയാണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് പൂർത്തിയാക്കിയത്. അപകടരഹിത ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കലാണ് ലക്ഷ്യം. കമ്പ്യൂട്ടർവൽകൃത ഡ്രൈവിംഗ് ടെസ്റ്റും കമ്പ്യൂട്ടർ വെഹിക്കിൾ ഫിറ്റ്നസ് പരിശോധനാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എൽദോ എബ്രഹാം MLA, മുൻ MLA ജോസഫ് വാഴക്കൻ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ സുദേശ് കുമാർ IPS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ 5ാമത്തെയും ജില്ലയിലെ ആദ്യത്തേതുമായ സെന്ററാണ് മൂവാറ്റുപുഴയിൽ ആരംഭിച്ചത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. മലയാളത്തിന്റെ മഹാശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മലമ്പുഴ യക്ഷി എന്ന ശില്പത്തിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ മലമ്പുഴയിൽ യക്ഷിഗാനം എന്ന പേരിൽ 12 ദിവസത്തെ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മലമ്പുഴയിലെ യക്ഷി പിറന്നിട്ട് 50 വയസ്സ് പിന്നിടുമ്പോൾ ശില്പി കാനായി കുഞ്ഞിരാമന് കേരളം നൽകുന്ന ആദരവാണ് യക്ഷിഗാനം എന്ന പേരിൽ ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന ആഘോഷം. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച യക്ഷി എന്ന നഗ്നശില്പം ഇപ്പോഴും മലമ്പുഴയുടെ പ്രതീകമായി തല ഉയർത്തി നിൽക്കുമ്പോൾ ശില്പി കാനായിക്കും അഭിമാനം. ജനങ്ങൾ ഉണർത്തുന്നത് കല, ഉറക്കുന്നതല്ല. താരാട്ട് പാട്ടല്ല കല, രസിപ്പിക്കുന്നതല്ല, ഉണർത്തുന്നതാണ് കല. ഷോക്ക് കൊടുക്കുന്നവർ അപ്പോഴും മനുഷ്യൻ ഉണരും. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ ഒരു നഗ്നശില്പം ഉണ്ടാക്കിയത്. പരിപാടിയുടെ ഭാഗമായി ചിത്രപ്രദർശനം, ചിത്ര ശില്പകലാ ക്യാമ്പ്, സെമിനാറുകൾ, സംവാദങ്ങൾ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് 9-നാണ് യക്ഷിഗാനം സമാപിക്കുക. ആഘോഷ പരിപാടിയുടെ ഭാഗമായി കേരളീയ ചുമർചിത്ര രചനകൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഗ്രാമീണ ചിത്രകലാരീതികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കുപ്പികളിൽ വർണ്ണവിസ്മയം തീർക്കുകയാണ് ഇടുക്കി കാഞ്ചിയാർ സ്വദേശി ഷൈബി. വിനോദത്തിന് തുടങ്ങിയ കുപ്പി പെയിന്റിംഗ് ഇപ്പോൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും തയ്യാറെടുക്കുകയാണ്. കുപ്പികൾ പെയിന്റ് ചെയ്ത ശേഷം ഉണക്കി വീണ്ടും പോളിഷ് ചെയ്താണ് ഈ മനോഹര രൂപത്തിലാക്കുന്നത്. ഏറെ സമയം വേണ്ടിവരും ഈ പ്രവൃത്തിക്ക്. ഉപയോഗശൂന്യമായ കുപ്പികൾ ഇതിനായി ശേഖരിക്കും. നിറം നൽകിയ കുപ്പികൾ സ്വീകരണ മുറികൾ അലങ്കരിക്കാനാണ് ഉപയോഗിക്കുക. കളറുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പം മുമ്പൊക്കെ ഞാൻ പോട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണം പോലെ ഞാനൊരു കുപ്പിയിൽ ഒരു പിക്ചർ ചെയ്തിട്ട് അതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുറേ എണ്ണം ചെയ്തു. അപ്പം മറ്റുള്ളതിനെക്കാട്ടൊക്കെ നന്നായിട്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. കുപ്പികൾക്ക് പുറമെ മൺകുടങ്ങളിലും മനോഹര ചിത്രങ്ങൾ വരയ്ക്കും. ഇതുവരെ നിർമ്മിച്ച വസ്തുക്കളെല്ലാം ചേർത്ത് പ്രദർശനം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഷൈബി. ന്യൂസ് 18 ഇടുക്കി. ഏറുമാടത്തിൽ വായനപ്പുരയൊരുക്കി ഇടമലക്കുടി ട്രൈബൽ LP സ്കൂൾ. പ്രകൃതിയെ അറിയൂ, വായനയിലൂടെ വളരൂ എന്ന സന്ദേശമുയർത്തിയാണ് വായനപ്പുര ഒരുക്കിയിരിക്കുന്നത്. ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ഏറുമാടത്തിൽ വായനപ്പുര ഒരുക്കിയത്. ബാലസാഹിത്യം, ജീവചരിത്രങ്ങൾ, യാത്രാവിവരണം, കഥകൾ, കവിതകൾ, നോവൽ, ആത്മകഥ അടക്കമുള്ള നിരവധി പുസ്തകങ്ങളാണ് വായനപ്പുരയിൽ ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ആരെയും വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ വായനശാല പ്രവർത്തനം ആരംഭിച്ചത്. ഒരു കുട്ടി കയറി കഴിഞ്ഞാൽ മറ്റൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഏറുമാടത്തിലേക്ക് കയറാനുള്ള ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിന് ഒരു കുട്ടികളെ ആ ആഗ്രഹത്തിലേക്ക് കൂടുതൽ നയിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കുട്ടികളെയും വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തന്ത്രമായിട്ടാണ് ഇതിനെ ഞങ്ങൾ നോക്കിക്കണ്ടത്. സംസ്ഥാനത്ത് ആദ്യമായി ആദിവാസി കുടിയിൽ ആരംഭിക്കുന്ന വ്യത്യസ്തമായ വായനശാലയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ H. ദിനേശൻ നിർവഹിച്ചു. വായനശാലയ്ക്കൊപ്പം കുടിയിൽ സമ്പൂർണ്ണ സാക്ഷരത എന്നതും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇടമലക്കുടിയിലെ ട്രൈബൽ LP സ്കൂൾ. ന്യൂസ് 18 ഇടമലക്കുടി. കാർഷിക കേരളം. കൊട്ടാരക്കരയിൽ വീട്ടുവളപ്പിലെ ജൈവ കൃഷിയിൽ വിജയം കൊയ്ത് വാളകം സ്വദേശി ജയകുമാർ. മണ്ണിര കമ്പോസ്റ്റും വെമ്മി വാഷുമാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വിഷരഹിത പച്ചക്കറി എല്ലാവരിലും എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ജയകുമാർ കൃഷി ആരംഭിച്ചത്. 6 വർഷം മുൻപ് കൂൺ കൃഷിയിലായിരുന്നു തുടക്കം. മണ്ണിര കമ്പോസ്റ്റിൽ നിന്നും എടുക്കുന്ന വെർമി വാഷാണ് പ്രധാന കീടനാശിനിയായി ഉപയോഗിക്കുന്നത്. ചെടികൾ വളരെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതും ഏറെ ഗുണമുള്ളതുമാണ് വെർമി വാഷ് പ്രയോഗം. എല്ലാ മുളകളും തന്നെ നല്ല മാറ്റം, ഇലയിലൊക്കെ നല്ല മാറ്റം ഉണ്ടായി കാണാറുണ്ട്. വീട്ടിൽ തന്നെ ഒരു കഴിഞ്ഞ വർഷം ഒരു 5-6 റോസാ ചെടികൾക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴും പൂവിടുന്നതിനും ഇത് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായി. കീടനാശിനിയായിട്ടും മറ്റൊരു കീടനാശിനി നമുക്കിതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട വരുന്നില്ല. ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് മറ്റ് കീടങ്ങളും കുറച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ്
തീർച്ചയായും എൻ്റെ കൃഷിക്ക് വളരെ സഹായിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളിഫ്ലവർ, ചീര, വെണ്ട, പാവൽ തുടങ്ങിയവയ്ക്ക് പുറമെ വിവിധയിനം കോഴികളും ജയകുമാറിന്റെ ഫാമിലുണ്ട്. കായികാധ്യാപകൻ കൂടിയായ ജയകുമാർ തന്റെ സ്കൂളിലേക്കും വിഷരഹിത പച്ചക്കറികൾ നൽകുന്നു. വീട്ടുവളപ്പിലെ കൂൺ കൃഷിയിൽ പുതിയ പരീക്ഷണത്തിനൊരുങ്ങുകയാണ് ജയകുമാർ. ന്യൂസ് 18 കൊട്ടാരക്കര. മത്സ്യകൃഷിയിലും മണ്ണില്ലാ കൃഷിയിലും 100 മേനി വിളയിച്ച് മുക്കം സ്വദേശികളായ ദമ്പതികൾ. മാമ്പറ്റയിലെ ജോസ് മുണ്ടത്താനവും ഭാര്യ മോളിക്കുട്ടിയുമാണ് അക്വാപോണിക്സ് കൃഷിയിലൂടെ മികച്ച വിളവ് നേടുന്നത്. മണ്ണല്ല മനസ്സാണ് കൃഷിക്ക് വേണ്ടതെന്ന അടിസ്ഥാന പാഠമാണ് ജോസ് മുണ്ടത്താനത്തിനും ഭാര്യ മോളിക്കുട്ടിക്കും പറയാനുള്ളത്. വീടിനോട് ചേർന്നുള്ള കുറച്ചു സ്ഥലത്താണ് മോളിക്കുട്ടിയും ജോസും സമൃദ്ധമായ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. അക്വാപോണിക് സമ്പ്രദായത്തിലൂടെ മണ്ണില്ലാത്ത കൃഷിരീതി പരീക്ഷിച്ചാണ് ഈ ദമ്പതികൾ തങ്ങളുടെ സ്ഥലപരിമിതിയെ മറികടന്ന് വിജയം കൊയ്തത്. 5 സെന്റ് സ്ഥലത്ത് 1 സെന്റിൽ കുളവും അതിൽ 2500ഓളം മത്സ്യങ്ങളും ആ കുളത്തിലെ വെള്ളം തന്നെ പച്ചക്കറി കൃഷിക്കും ഔഷധച്ചെടിത്തോട്ടത്തിലേക്കും തിരിച്ചും എത്തിക്കുന്നതാണ് രീതി. ഇത്രയും മുതൽ മുടക്കുള്ള ഒരു സംഭവം എത്രത്തോളം വിജയകരമാക്കാൻ നമുക്ക് കഴിയും, ഇത് മത്സ്യവും പച്ചക്കറിയും വിറ്റിട്ട് തന്നെ ഇത് നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ സബ്സിഡി 40% അവർ തരിക. സബ്സിഡിയും കൂടി ചേരുമ്പോൾ ബാക്കി തുക നമ്മൾ മുടക്കുമ്പോൾ പിന്നെയും നമുക്ക് കൂടുതൽ ധൈര്യം അക്കാര്യത്തിലുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ വന്നത്. തിലാപ്പിയ വിഭാഗത്തിലെ ഗിഫ്റ്റ് എന്ന മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. ബാക്കി 4 സെന്റ് സ്ഥലത്ത് വിവിധ പച്ചക്കറികളും ഔഷധച്ചെടികളും. അക്വാപോണിക് കൃഷിരീതിയിൽ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നതും ഒരു പുതിയ പരീക്ഷണമായിരുന്നു. രാമച്ചം, നാഗവെറ്റില, തഴുതാമ, കറ്റാർവാഴ, കർപ്പൂരവല്ലി, അരുത തുടങ്ങിയവയാണ് ഇവരുടെ കൃഷിത്തോട്ടത്തിലുള്ള ഔഷധച്ചെടികൾ. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെയാണ് അക്വാപോണിക് കൃഷിരീതിയിലേക്ക് ചുവടുമാറ്റിയത്. ന്യൂസ് 18 മുക്കം. വാർത്തകളിലേക്ക്. ദുരിതമൊഴിയാതെ പത്തനാപുരത്തെ പെൻഷൻകാർ. വികലാംഗരും വൃദ്ധരുമടക്കം പെൻഷൻ വാങ്ങാനെത്തണമെങ്കിൽ 2ാം നില പടി കയറിയെത്തണം. പലതവണ ആവശ്യപ്പെട്ടിട്ടും സൗകര്യപ്രദമായ മറ്റൊരിടത്തേക്ക് കെട്ടിടം മാറ്റാൻ അധികൃതർ തയ്യാറായില്ല. പത്തനാപുരത്തെ നൂറുകണക്കിന് പെൻഷൻകാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സ്വകാര്യ കെട്ടിടത്തിന്റെ 2ാം നിലയിലുള്ള ട്രഷറിയിൽ എത്തണമെങ്കിൽ 30ഓളം പടികൾ കയറണം. തപ്പിത്തടഞ്ഞ് പടികൾ കയറി ട്രഷറിയിലെത്തിയാൽ തന്നെ ഇരിക്കാനുള്ള സ്ഥലമില്ല. എല്ലാ മാസവും 1-ാം തീയതി മുതൽ വലിയ തിരക്കാണ് ട്രഷറിയിൽ അനുഭവപ്പെടുന്നത്. 4-5 മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് പെൻഷൻ തുക കിട്ടുന്നത്. പെൻഷൻ വാങ്ങാൻ എത്തുന്നവരിൽ 95% സുഖമില്ലാത്തവരാണ്. വികലാംഗർ അടക്കമുള്ളവർ ഇവിടെ എത്തുന്നതും ഏറെ പണിപ്പെട്ടാണ്. ഈ ഒരു കാല് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ പെൻഷനായ കാലം മുതൽ ഇന്ന് വരെയും ഈ മേളിൽ കയറി വന്നാണ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെങ്ങാണമായിരുന്നത് വളരെ സൗകര്യപ്രദമായിരുന്നു. എന്നെപ്പോലെ വയ്യാത്ത ആൾക്കാരും പ്രായമുള്ളവരും വളരെ ബുദ്ധിമുട്ടോടാണ് കയറി വരുന്നത്. എത്രയും വേഗത്തിൽ സൗകര്യപ്രദമായ മറ്റൊരിടത്തേക്ക് ട്രഷറി മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പത്തനാപുരം. ട്രാഫിക് ബോധവൽക്കരണത്തിനായി മുഴുവൻ ജില്ലയിലും സൈക്കിളിൽ സഞ്ചരിച്ച പോലീസുകാരന് ഡിജിപി ലോക്നാഥ് ബെഹ്റയുടെ ആദരം. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഷാജഹാനാണ് 1645 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ചത്. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെത്തിയപ്പോഴായിരുന്നു ഷാജഹാന് ഡിജിപിയുടെ പ്രശംസ. ട്രാഫിക് ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഷാജഹാൻ സൈക്കിളിൽ നടത്തിയ പ്രയാണത്തിനായിരുന്നു ഡിജിപിയുടെ ആദരം. കഴിഞ്ഞ 10-നാണ് കുണ്ടറയിൽ നിന്നും ഷാജഹാൻ യാത്ര തുടങ്ങിയത്. എല്ലാ ജില്ലകളിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. 1645 കിലോമീറ്റർ ആയിരുന്നു ഷാജഹാന്റെ പ്രയാണം. ഹെൽമറ്റ് ഇല്ലാതെ പോയാൽ വീണു പോയാൽ മരിച്ചു പോകുമെന്നറിഞ്ഞിട്ടും ഹെൽമറ്റ് വെക്കാതെ പോകുന്ന ആ ഒരു അസുഖം, അതുമൂലം 28,500-ലധികം മാതാപിതാക്കൾ ഓരോ വർഷവും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ജീവച്ഛവമാക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഹെൽമറ്റ് ധരിക്കണമെന്നും 2 പേര് യാത്ര ചെയ്യുന്ന ബൈക്കുകളിൽ 2 പേരും ഹെൽമറ്റ് ധരിക്കണമെന്നും ബൈക്ക് ഓടിക്കുന്ന ആളിന് അതേ തന്നെ ജീവൻ്റെ പ്രാധാന്യം പുറകിലിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടെന്നും ആൾക്കാരെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര, ഒരു ഉണർത്തി യാത്രയാണിത്. സർവീസിൽ നിന്ന് 25 വർഷം പൂർത്തിയാക്കുന്ന ഷാജഹാന് 50 വയസ്സുണ്ട്. സ്ഥിരമായി സൈക്കിളിൽ സഞ്ചരിക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് യാത്ര നടത്തിയതെന്നും ഷാജഹാൻ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നിർധന പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊല്ലം പൊന്മന കാട്ടിൽ മേഖതിൽ ക്ഷേത്ര ഭരണസമിതി 2 ലക്ഷം രൂപയും 10 പവൻ വീതം സ്വർണവും നൽകി 10 പെൺകുട്ടികളുടെ വിവാഹമാണ് ക്ഷേത്രം ഭാരവാഹികൾ നടത്തിക്കൊടുത്തത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരെ കണ്ടെത്തിയാണ് സമൂഹ വിവാഹം നടത്തിയത്.
ക്ഷേത്രം മേൽശാന്തി വിനോദിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിവാഹത്തിനെത്തിയവർക്ക് ക്ഷേത്രം വക സദ്യയും ഒരുക്കിയിരുന്നു. 2 ലക്ഷം രൂപയും 10 പവൻ സ്വർണവും വിവാഹവസ്ത്രവുമാണ് ദമ്പതികൾക്ക് നൽകിയത്. ഇന്ന് പുതുതായി അവരുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. 10 കുടുംബങ്ങളുടെ ദമ്പതികൾ അവരുടെ വിവാഹം ഈ കാട്ടിൽ മേഖല ക്ഷേത്രത്തിന്റെ സന്നിധാനത്ത് വെച്ച് ഈ മേഖല വെച്ച് നടത്തിയിരിക്കുകയാണ്. അവരുടെ ജീവിതം കൂടുതൽ മംഗളകരമായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എൻ വിജയൻപിള്ള MLA, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാൽ എന്നിവരടക്കം നിരവധി പേർ വധൂവരന്മാർക്ക് ആശംസയർപ്പിച്ചു. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് ചേന്നമംഗല്ലൂർ കണക്ക് പറമ്പിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ചേന്നമംഗല്ലൂരിലെ കണക്കുംപറമ്പ്. 100ഓളം കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് പുതിയ കുടിവെള്ള പദ്ധതി. തൃക്കഴത്ത് പുഴക്കടവിൽ നിന്നും 1 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ടാങ്കിൽ ശേഖരിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. മുക്കം മുനിസിപ്പാലിറ്റിയിലെ കണക്കുംപറമ്പ്, എവറസ്റ്റ് കുന്ന്, ഹൈസ്കൂൾ കുന്ന് ഭാഗങ്ങളിലുള്ളവർക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത്. ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നിർവഹിച്ചു. വീട് വെൽഫെയർ ഹോം എന്ന പേരിൽ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ ധാരാളമായിട്ട് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിയുടെ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വെൽഫെയർ പാർട്ടി നടത്തുന്നത്. 25 ലക്ഷം രൂപയുടെ പദ്ധതി 1 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ചേന്നമംഗല്ലൂർ ഇസ്ലാഹിയ അസോസിയേഷൻ, ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവർക്കൊപ്പം സുമനസ്സുകളും പദ്ധതിക്കായി കൈകോർത്തു. ന്യൂസ് 18 ചേന്നമംഗല്ലൂർ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനുള്ള അവാർഡ് രാജകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്. 2015 മുതൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ്. നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി. ജൈവ കൃഷി ഹൈറേഞ്ചിൽ വ്യാപിപ്പിച്ചു. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് കുറഞ്ഞ ചിലവിൽ LED ബൾബുകൾ നിർമ്മിച്ചു. 100 കണക്കിന് രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിച്ചു നൽകി. ഇങ്ങനെ നീളുന്നു സ്കൂളിലെ NSS പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ 3 വർഷത്തെ നിസ്വാർത്ഥമായ പ്രവർത്തനം കണക്കിലെടുത്താണ് സംസ്ഥാന പുരസ്കാരം രാജകുമാരി വൊക്കേഷണൽ സ്കൂളിനെ തേടിയെത്തിയത്. 4000ഓളം ഭവനങ്ങൾ എത്തിച്ചേർന്ന് നടത്തിയിട്ടുള്ള ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, 4600ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായിരുന്ന പന്നിയാർ പുഴ സംരക്ഷണത്തിന് വേണ്ടി രാജാക്കാട്ട് നിന്നും പന്നിയാറിലേക്കും അതുപോലെ തന്നെ പൂപ്പാറയിലേക്കും നടത്തിയ പുഴ സംരക്ഷണ യാത്ര, ഇത്തരം എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ വർഷം ഏറ്റവും മികച്ച യൂണിറ്റിനും അതുപോലെ തന്നെ പ്രോഗ്രാം ഓഫീസർക്കുമുള്ള അവാർഡ് നിർണയ സമിതി രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് NSS വോളണ്ടിയർമാർ. കഴിഞ്ഞ 3 വർഷമായി NSS യൂണിറ്റ് ഏറ്റെടുത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നടത്തിവരുന്ന നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ അവാർഡ് ഞങ്ങൾക്ക് നേടിത്തന്നത്. മികച്ച യൂണിറ്റിനൊപ്പം മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡും സ്കൂളിലെ പ്രിൻസിപ്പലിന് ലഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കാട്ടായിക്കോണം സെന്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ബഹിരാകാശ രംഗത്തെ താപോർജ്ജ സാധ്യതകളും പ്രായോഗികതയും ചർച്ച ചെയ്യുന്നതായിരുന്നു സെമിനാർ. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ തിരുവനന്തപുരം റീജിയണൽ ചാപ്റ്റർ സെക്രട്ടറി JC പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷൈൻ, ഡോക്ടർ ദീപു, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉഷ തോമസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ രംഗാറൽ തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MGRന് കൊല്ലങ്കോട് വടവന്നൂരിൽ നിർമ്മിച്ച സ്മൃതി മന്ദിരം നാടിന് സമർപ്പിച്ചു. MGRന്റെ അടുത്ത അനുയായിയും ചെന്നൈ മുൻ മേയറുമായ സൈദ ദുരൈസ്വാമിയാണ് MGRന്റെ അമ്മ വീടായ സത്യനിലയത്തെ സ്മൃതി മന്ദിരമായി മാറ്റിയത്. ഗവർണർ P സദാശിവം സ്മൃതി മന്ദിരം നാടിന് സമർപ്പിച്ചു. കൊല്ലങ്കോട് വടവന്നൂരിലുള്ള MGRന്റെ അമ്മ വീട് സത്യവിലാസം ഇനി മുതൽ MGR സ്മൃതി മന്ദിരമാണ്. തകർന്നു വീഴാറായ വീട് ചരിത്ര സ്മാരകമാക്കിയത് MGR ആരാധകനായ ചെന്നൈ മുൻ മേയറും MLAയുമായ സൈദൈ ദുരൈസ്വാമി. സത്യവിലാസത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്ക് മറ്റൊരു കെട്ടിടം നിർമ്മിച്ചു നൽകിയാണ് ഇവിടെ സ്മൃതി മന്ദിരം ഒരുക്കിയത്. വീടിന്റെ തനിമ അതുപോലെ നിലനിർത്തിയാണ് സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. വീടിനുള്ളിൽ MGRന്റെ മനോഹരമായ കരിങ്കൽ ശില്പം പണി കഴിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് MGRന്റെ ജീവിതം വ്യക്തമാക്കുന്ന ഫോട്ടോ ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. MGRന്റെ സ്മരണ നിലനിൽക്കുന്ന വീട് സംരക്ഷിക്കേണ്ടത് തന്റെ கடமையாണെന്ന് സൈദൈ ദുരൈസ്വാമി. புரட்சி தலைவர் MGR இந்த நாட்டிற்காக வாழ்ந்தவர், மக்களுக்காக வாழ்ந்தவர், மற்றவர்களுடைய நலனில் அக்கறை உள்ளவர். தான் வாழ்ந்த பொழுது கடைசி வரையில் அரசாங்க சொத்தையோ அதிகாரத்தையோ தனக்காக பயன்படுத்தாமல்
மக்களுக்காக பயன்படுத்தியது. ഗവർണർ പി സദാശിവം സ്മൃതി മന്ദിരം നാടിന് സമർപ്പിച്ചു. എംജിആറിന്റെ സ്മരണകൾ നിറഞ്ഞുനിന്ന വീട്ടിലെ സന്ദർശനം അദ്ദേഹത്തെയും ആവേശഭരിതനാക്കി. This is the first day you are going to court as a lawyer and you should not be late for the court proceedings. He blessed me by giving handshake. He blessed me and advised me to keep away from politics. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, കെ ബാബു MLA തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ന്യൂസ് 18 പാലക്കാട്. സൈലന്റ് വാലി വനമേഖലയിൽ ആനവേട്ട നടത്തിയ രണ്ടുപേരെ വനംവകുപ്പ് പിടികൂടി. മലപ്പുറം നിലമ്പൂർ സ്വദേശികളായ ബിജുമോൻ, യാഫർ എന്നിവരാണ് അറസ്റ്റിലായത്. 2 കാട്ടാനകളുടെ ജഡവും കണ്ടെത്തി. സംഘത്തിലെ കൂടുതൽ പേർക്കായി തെരച്ചിൽ തുടരുന്നു. നിലമ്പൂർ അതിർത്തിയായ മണിയമ്പാടത്ത് കാട്ടിനുള്ളിൽ വെടിവെച്ചു കൊന്ന രീതിയിലാണ് 2 ആനകളുടെ ജഡം കണ്ടെത്തിയത്. ഒരു കൊമ്പനെയും ഒരു പിടിയാനയുമാണ് വേട്ടസംഘം കൊന്നത്. കൊമ്പ് നീക്കം ചെയ്ത നിലയിലായിരുന്നു ആനയുടെ ജഡം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കാട്ടാനകളുടെ ജഡങ്ങൾ ഉൾവനത്തിൽ തന്നെ സംസ്കരിക്കും. വേനലിൽ ആനകൾ കാടിറങ്ങുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വേട്ടസംഘത്തിന്റെ പ്രവർത്തനം. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റുകളുടെ താക്കോൽ ദാനം അടിമാലിയിൽ നടന്നു. 217 ഫ്ളാറ്റുകളാണ് കൈമാറിയത്. കിടപ്പാടമില്ലാത്ത 217 കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റുകൾ വിതരണം ചെയ്തത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മച്ചിപ്ലാവിൽ ഭവനം ഫൗണ്ടേഷനിൽ നിന്നാണ് ലൈഫ് മിഷൻ ഫ്ളാറ്റുകൾ ഏറ്റെടുത്തത്. ഫ്ളാറ്റുകളുടെ വിതരണം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. വീടുകൾ നിർമ്മിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ 1000 കോടി രൂപ ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകൾക്ക് 750 കോടിയും നഗരസഭകൾക്ക് 250 കോടിയുമാണ് നൽകുക. ഈ 54,000 പേരെ വീട് വയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുകയാണ് ഗവൺമെന്റ് ആദ്യം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് അതിൽ 50,000 വീടും പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷം അറിയിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ S. രാജേന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ UV ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 അടിമാലി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ ദിവ്യ ചേരും. നമസ്കാരം.